മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് ഇ.ഡി. സമൻസ് അയച്ചത് ലാവ്ലിൻ കേസിലെന്ന് ഇ.ഡി. 2020 ECIR രജിസ്റ്റർ ചെയ്ത കേസിലാണ് സമൻസ് അയച്ചത്. വിവേക് വിദേശത്തായിരുന്നതിനാൽ സമൻസ് മടങ്ങിയെന്നും കേസ് സുപ്രീം കോടതി പരിഗണനയിലായതിനാൽ തുടർ നടപടികൾ എടുത്തില്ല എന്നുമാണ് ഇ.ഡി. വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം. നിതിൻ സേവർ വിശദാംശങ്ങൾ നൽകും. നിതിൻ, ഇങ്ങനെയൊരു ഇ.ഡി. സമൻസ് വിവാദമായതിന് പിന്നാലെ ഇപ്പോൾ ഇ.ഡി. തന്നെ ഒരു വിശദീകരണം നൽകുന്നു. എന്താണ് ഇ.ഡി. പറയുന്നത്? അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾ വാർത്ത വന്നത് ഈ മുഖ്യമന്ത്രിയുടെ മകന് 2023 ഇ.ഡി. അയച്ച സമൻസ് അത് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നാണ്. അതിനാണ് ഇപ്പോൾ ഒരു വ്യക്തത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും തന്നെ ഉണ്ടാകുന്നത്. അതായത് ലൈഫ് മിഷൻ കേസിലല്ല ഇപ്പോൾ ഇത്തരത്തിൽ സമൻസ് നൽകിയിരിക്കുന്നത്. അത് SNC ലാവ്ലിൻ കേസിലാണ്. 2020 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലാവ്ലിൻ കേസിൽ ഒരു ECIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ECIR രജിസ്റ്റർ ചെയ്തെന്ന് മാധ്യമങ്ങൾ വാർത്തയാവുകയൊന്നും ചെയ്തിരുന്നില്ല. ആ ECIR രജിസ്റ്റർ ചെയ്തതിന്റെ ഭാഗമായി 2020 ECIR രജിസ്റ്റർ ചെയ്യുന്നു. പിന്നീട് ഈ കേസിന്റെ ഭാഗമായി കുറച്ച് ആളുകളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയും ചെയ്തു. ഈ ചോദ്യം ചെയ്യലിലാണ് ചില സുപ്രധാന മൊഴികൾ, അതായത് ഈ മുഖ്യമന്ത്രിയുടെ മകന്റെ വിദേശ വിദ്യാഭ്യാസവുമായി അടക്കം ബന്ധപ്പെട്ട ചില സുപ്രധാന മൊഴികൾ ലഭിക്കുന്നത്. അതായത് ഈ ലാവ്ലിന്റെ മുൻ ഡയറക്ടറായിരുന്ന ദിലീപ് രാഹുലിനാണ് മുഖ്യമന്ത്രിയുടെ മകന്റെ വിദേശ വിദ്യാഭ്യാസത്തിന് പണം നൽകിയത് എന്നൊരു മൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിക്കുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സമൻസ് മുഖ്യമന്ത്രിയുടെ മകന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് അയക്കുന്നത്. പക്ഷേ ഈ സമയം ഈ വിവേക് കിരൺ UK പഠനത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സമൻസ് ഇത്തരത്തിൽ മടങ്ങുകയും ചെയ്തത്. പിന്നീട് ഈ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് CBI സുപ്രീം കോടതിയെ സമീപിക്കുന്നു. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ നിലവിൽ ഈ കേസുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള കേസാണ്. അതുകൊണ്ടാണ് പിന്നീട് തുടർ നടപടികൾ ഈ കേസുമായി എടുക്കാത്തതെന്നാണ് ED-യുടെ ഭാഗത്തു നിന്ന് നിലവിലൊരു വിശദീകരണം വരുന്നത്. മുഖ്യമന്ത്രിയുടെ മകന്റെ പഠനത്തിന് ഇത്തരത്തിൽ പണം ചിലവഴിച്ചു എന്നൊരു മൊഴി, ആ മൊഴി ഈ ചില ചോദ്യം ചെയ്ത ആളുകളിൽ ചിലർ ഇത്തരത്തിലൊരു മൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകുന്നു. ആ മൊഴി അടിസ്ഥാനമാക്കിയാണ് 2023 ഫെബ്രുവരി 14 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരാകണമെന്ന് വിവേക് കിരണിന് സമൻസ് അയക്കുന്നത്. പക്ഷേ വിവേക് വിദേശത്തായതിനാൽ ഈ സമൻസ് മടങ്ങുകയായിരുന്നു. പിന്നീട് തുടർ നടപടികളൊന്നും എടുക്കുകയും ചെയ്തിട്ടില്ല. 2007 CBI രജിസ്റ്റർ ചെയ്ത കേസ്, ആ കേസിന്റെ FIR-ലുള്ളത് അതുപോലെ തന്നെയാണ് ഈ 2020 ED രജിസ്റ്റർ ചെയ്ത ECIR-നുമുള്ളത്. പിന്നീട് 2019 CBI കുറ്റപത്രം സമർപ്പിക്കുകയും പിണറായി വിജയന്റെ വിടുതൽ ഹർജിയിൽ പിണറായി വിജയനെ കുറ്റമുക്തനും ഒക്കെ ആക്കിയിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ നിലവിൽ സുപ്രീം കോടതിയിൽ CBI നൽകിയ ഹർജി പരിഗണനയിലിരിക്കുന്നത്. അതുകൊണ്ടാണ് പിന്നീട് 2023 സമൻസ് നൽകിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഒരു അന്വേഷണത്തിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ തുടർ നടപടികളിലേക്ക് പോകാത്തതെന്നാണ് നിലവിൽ ED നൽകുന്ന വിശദീകരണം. ശരി നിതിൻ.